السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിത സഹോദരങ്ങളെ, അല്ലഫൽ അലിഫ് അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 14. ظل من لم يرض بالقاض الفضاء عليه ضاق عيش من بأدم الذكر للإفضال ضال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ظل من لم يرض بالقضاء. ظل പിഴച്ചിരിക്കുന്നു മൻ ഒരുത്തൻ, നേരായ മാർഗത്തിൽ നിന്ന് യാതൊരു നന്മയും ഖൈറും ഇല്ലാത്ത മാർഗത്തിലേക്ക് പുറപ്പെട്ടു, നേർ മാർഗത്തിനെ ഇല്ലാതെയാക്കി നേർ മാർഗത്തിനെ തൊട്ട് പിഴച്ചു മൻ ഒരുത്തൻ. എങ്ങനത്തെ ഒരുത്തനാണ്? ലം യർള ബിൽ ഖളാ കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടിട്ടില്ല. അള്ളാഹു അവന് വിധിച്ച കാര്യങ്ങളെ കൊണ്ട് അവൻ തൃപ്തി അടഞ്ഞവനല്ല. ആ ഖളാഇൻ്റെ കയ്പ് കൊണ്ടും നാശം കൊണ്ടും അവൻ തൃപ്തിയുള്ളവനല്ല. അങ്ങനത്തെ ഒരുത്തൻ പഴച്ചിരിക്കുന്നു. അൽ ഫളാഉ അലൈഹി ളാഖ, മാത്രവുമല്ല വിശാലമായ ഭൂമി, ആ ഭൂമി വിശാലമാകലോടുകൂടെ അലൈഹി ഇവൻ്റെ മേൽ ളാഖ, അത് ഞെരുങ്ങുകയും ഇടുങ്ങുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തആലയുടെ ഖളാഇൻ്റെ ആ നാശം കൊണ്ടും അതിൻ്റെ കയ്പ് കൊണ്ടും തൃപ്തിപ്പെടാത്ത ഒരുത്തൻ, ആ ഒരുത്തൻ്റെ മേൽ ഈ വിശാലമായ ഭൂമി അത് ഞെരുക്കമായിരിക്കുന്നു. ളാഖ ഐശുമൻ, ഒരുത്തൻ്റെ ജീവിതം ഞെരുങ്ങിയിരിക്കുന്നു, ഞെരുക്കമായിരിക്കുന്നു, ഇടുങ്ങുകയും ചെയ്തിരിക്കുന്നു. എങ്ങനത്തെ ഒരുത്തനാണ്? ബി അദമദ്ദിക്രി ലിൽ ഇഫ്ളാൽ, അള്ളാഹു അവന് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാതിരിക്കൽ കൊണ്ട്, അവക്ക് ശുക്ർ ചെയ്യാതിരിക്കൽ കൊണ്ട് ളാല്ലുൻ അവൻ പിഴച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാതിരിക്കൽ കൊണ്ടും അവയെ സ്മരിക്കാതിരിക്കൽ കൊണ്ടും പിഴച്ച ഒരുത്തൻ്റെ ജീവിതം, ആ ജീവിതവും ഞെരുക്കമായ ജീവിതമാണ്. വല്ല എന്നുള്ളത് ഫിഇലാണ്, മാദിയായ ഫിഇൽ. വല്ല യദില്ലു, അതായത് ലം യഹ്തദി ഇലാ മഖ്സൂദിഹി എന്നർത്ഥം. മൻ എന്നുള്ളത് ഫാഇലാണ്, മൗസൂല. ലം യർള, എങ്ങനെയുള്ള ഒരുത്തൻ? ലമ്മ് നഫിയിൻ്റെ ലാമാണ്, ജസ്മിൻ്റെ ലാമുമാണ്. യർള ഫിഇല് മുളാരിഅ് മജ്സൂം, ഫിഇലും ഫായിലും കൂടിയ ളമീർ ഫായിലാണ്, ഫിഇലും ഫായിലും കൂടിയ ജുംല മൻ എന്ന് പറയുന്ന മൗസൂലാൻ്റെ സില. ബിൽ ഖളാ ജാറു മജ്റൂർ, അതിൻ്റെ മുതഅല്ലഖ് ലം യർള. ബിൽ ഖളാഇ എന്നാണ് അത്, ബൈത്തിന് വേണ്ടി ഖളാ മംദൂദയെ മക്സൂറയാക്കി. അൽ ഫളാഉ, ഫളാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ്. മത്തസഅ മിനൽ അർളി അബിസ്സമായി, അതല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന്.
വിശാലമായത്. ഇനി ആകാശവും ഭൂമിയും എന്ന അർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് വെച്ചാലും കുഴപ്പമില്ല. തർക്കീബ് മൂത്തയാണ്. ലാഖ ഫീല് ളമീർ ഫായില് ജുംല മൂത്താൻ്റെ ഖബറാണ്. അലൈഹി ജാറു മജറൂർ മുത്തഅല്ലഖ് ലാഖ ശേഷമുള്ള. പിന്നെ ലാഖ ഐഷുമൻ, ഈ ലാഖയും ഫീല് ആണ്. ഐഷു എന്നുള്ളത് ഫായിലാണ്. ഫീലും ഫായിലും കൂടിയ ഈ ജുംല അത് മഅ്തൂഫാണ്. അത്ഫിൻ്റെ അർഫ് അവിടെ കളയപ്പെട്ടതാണ്. മഅ്തൂഫുൻ അലൈഹി വല്ല മൻ എന്ന് പറയുന്ന അവിടുത്തെ ഫീലും ഫായിലും കൂടിയ ജുംല. ഐഷു മൻ എന്നുള്ളത് മൗസൂല മുളാഫുൻ ഇലൈഹിയാണ്. മൻ ളാലുൻ എന്നുള്ളത് ഒരു കളയപ്പെട്ടു പോയ മൂത്താൻ്റെ ഖബറാണ്. മൻ ഹുവ ളാലുൻ എന്നാണ് സങ്കല്പിക്കുക. ആ മൂത്തയും ഖബറും കളയപ്പെട്ട മൂത്തയും ഈ ഖബറും കൂടിയ ജുംല ഈ മൻ എന്നുള്ളതിൻ്റെ സിലയാണ്. ബി അദമി സിക്രി ജാറു മജ്റൂർ, ബാർഫ് ജാറ് അദമി മജ്റൂർ മുളാഫ് അദ്ദിക്രി മുളാഫുൻ ഇലൈഹി. മുത്തഅല്ലഖ് ശേഷമുള്ള ളാലുൻ എന്നുള്ളതിനോടാണ്. ലില്ലിഫ്ളാലി എന്നുള്ളത് ഈ ലാമ് ജാറു മജ്റൂർ മുത്തഅല്ലഖ് സിക്ർ. ഇനി ലാമിനെ സായിദയാക്കാം, എന്നിട്ട് ഈ സിക്റിൻ്റെ മഫ്ഊലായിട്ട് ഇഫ്ളാലിനെ കൊണ്ടുവരിക, ലാമ് സായിദ്. അപ്പോൾ ഇവിടെ നിഅമത്തുകൾ എന്നർത്ഥം, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കാതിരിക്കൽ കൊണ്ട് ളാലുൻ അവൻ പഴച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരുത്തിൻ്റെ ജീവിതവും ഞെരുക്കമായിട്ടുണ്ട്. വല്ല എന്ന് പറഞ്ഞാൽ ഖറജ അനി തരീഖിൽ മുസ്തഖീമി ഇലാ മാ ലാ ഫീഹി ഖൈറുൻ വലാ സലാഹുൻ. മുസ്തഖീമായ മാർഗത്തിനെ തൊട്ട് പുറപ്പെട്ടിരിക്കുന്നു. എന്തുകൊള്ള? ഇലാമാ ഒന്നുകൊള്ള. ലാ ഫീഹി ഖൈറുൻ വലാ സലാഹുൻ, ആ ഒന്നിൽ നന്മയും ഗുണവുമില്ല എന്ന് പറഞ്ഞാൽ ഫഖദ തരീഖൽ ഹിദായത്തി, ഹിദായത്തിൻ്റെ വഴിയെ അവൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു. സലക തരീഖ ഗൈരിഹാ മിനൽ ളലാലത്തി, ഹിദായത്തിൻ്റെ വഴിയെ ഹിദായത്തിൻ്റേതല്ലാത്ത എന്ന് പറഞ്ഞാൽ ളലാലത്തിൻ്റെ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുന്നു. മത്ലൂബിലേക്ക് അവനെ ചേർത്തുന്ന ഒരു വഴിയെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞതാണ് ളലാലത്തിൻ്റെ വഴി. ആ വഴിയിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ആര്? ലം യർള ബിൽ ഖളാഇ, ഖളാ കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരുത്തൻ. ഐ ബി ഷദ്ദിഹി വ മുർരിഹി, ആ ഖളാഇൻ്റെ കയ്പ് കൊണ്ടും അതിൻ്റെ ഷർറു കൊണ്ടും തൃപ്തിപ്പെടാത്ത ഒരുത്തൻ. മൻ റളിയ ബിഹി ഫഖദ് ഇഹ്തദാ വമൻ ലം യർള ഫഖദ് ളല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെട്ടവൻ അവൻ സന്മാർഗം സിദ്ധിച്ചവനാണ്. നേരെ മറിച്ച് തൃപ്തിപ്പെടാത്തവൻ അവൻ പഴച്ചവനാണ്, വഴികേടത്തരത്തിലായവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, മൻ ഉഅ്തിയ ഫശക്കറ, വല്ലതും നൽകപ്പെട്ടു അതിനവൻ നന്ദി കാണിച്ചു. വബ്തുലിയ ഫസബറ, അവനെ പലതുകൊണ്ടും പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ക്ഷമിച്ചു. വദുലിമ ഫഗഫറ വദുലിമ ഫസ്തഗ്ഫറ, ആക്രമിക്കപ്പെട്ടപ്പോൾ ആ ആക്രമിക്ക് അവൻ പുറത്തു കൊടുത്തു, മാത്രമല്ല അവൻ പാപമോചനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞ ശേഷം സുമ്മ സക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂല് സുക്കൂത്തായി, ഒന്നും മിണ്ടണില്ല. ഫഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, മാദാ ലഹു യാ റസൂലല്ലാഹ്, ഇങ്ങനെയുള്ള ആൾക്ക് എന്താണ് നബിയെ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ലഹുമുൽ അംനു,
അവർക്ക് നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവർ നേർവഴി സിദ്ധിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ലഹുമുൽ അംനു ഫിൽ ആഖിറത്തി, അവർ ആഖിറത്തിൽ നിർഭയത്വമുള്ളവരാണ്. വഹും മുഹ്തദൂന ഫിദ്ദുന്യ, അവൻ ദുന്യാവിൽ നേർവഴി സിദ്ധിച്ചവനുമാണ്. ഫമല്ലം യർള ബിൽ ഖളാഇ, അപ്പോൾ വല്ലവനും ഖളാ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലോ ഫലഹു ഖുസ്റാനും മുബീനും ഫിദ്ദീനിൽ മത്തീൻ, അവൻക്ക് ഈ ചൊവ്വായ ദീനിൽ വ്യക്തമായ പരാജയമാണ് ഉള്ളത്. ഇങ്ങനെ നിമിത്തങ്ങളെ തൊട്ട് വന്ന ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട മൻസൂർ ബിൻ അമ്മാർ എന്നവർ പറയുന്നു, മൻ ജസഅ മിൻ മസാഇബിദ് ദുനിയ തഹവ്വലത്തിൽ മുസീബത്തു ഫീ ദീനിഹി എന്നാണ്. ദുന്യാവിൻ്റെ മുസീബത്തുകളെ തൊട്ട് ഒരാൾ പൊറുതികേടു കാണിച്ചാൽ ആ മുസീബത്ത് അവൻ്റെ ദീനിൽ തെറ്റിവരും, അവൻ്റെ ദീനിനെ ബാധിക്കും എന്നർത്ഥം. അപ്പോൾ ഒരു മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കണം, അള്ളാഹിൻ്റെ ഖളായിൽ തൃപ്തി വേണം. അൽ ഫളാ അലൈഹി ലാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേലെ പറഞ്ഞു, അന്നൽ ഇൻസാനല്ലദീ ലാ യകൂനു റാദിയൻ ബിമാ നസല ലഹു ഔ അലൈഹി മിൻ ഖളാഇ റബ്ബിഹി തളീഖു അലൈഹിൽ അർളു വസ്സമാവാതു ബിമാ വസിഅത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേലിറക്കിയ അവനക്ക് ഗുണകരമായതും ദോഷകരമായതും ആയ ഖളാഉകൾ, അതുകൊണ്ടൊരു മനുഷ്യൻ തൃപ്തിപ്പെടാതെ വന്നാൽ ആകാശവും ഭൂമിയും അത് വിശാലമാകലോടുകൂടെ തന്നെ അവൻക്കത് ഞെരുക്കമായി മാറും. കാരണം അവൻ ദായിമായി അവൻ്റെ ഹൃദയത്തിൽ ഒരു ലജ്റിനെയും മടിയെയും നിരാശയെയും അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൊലിഞ്ഞു എന്ന ഒരു അവസ്ഥയെയും നേരിടുമ്പോൾ അവനക്ക് ഒരിക്കലും സമാധാനം ലഭിക്കൂല, ഈ ഭൂമി അവനക്ക് മതിയാകൂല. റുവിയ അന്ന റാബിയത്തുൽ അദവിയ്യത റളിയല്ലാഹു അൻഹാ സുഇലത്, റാബിയത്തുൽ അദവിയ്യ ബീവിയോട് ചോദിക്കപ്പെട്ടു, മതാ യുഅദ്ദുൽ അബ്ദു റാദിയ, ഒരു അടിമയെ അവൻ റാദിയാണ്, തൃപ്തിയുള്ളവനാണെന്ന് അവനെ എണ്ണപ്പെടുക എപ്പോഴാണ്? ഫഖാലത്ത്, അപ്പോൾ മഹദി പറഞ്ഞു, ഇദാ സർറത്തുഹുൽ മുസീബത്തു കമാ സർറത്തുഹുൽ നിഅമത്തു, ഒരു അനുഗ്രഹം അവനക്ക് ലഭിക്കുമ്പോൾ അത് അവനക്ക് എത്രത്തോളം സന്തോഷമുളവാക്കുന്നുവോ അതുപോലെ ഒരു മുസീബത്തും അവനക്ക് സന്തോഷമുളവാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരടിമ റാളിയാണ് എന്ന് പറയുക, തൃപ്തിയുള്ളവനാണെന്ന് പറയുക. വറദ ഫീ ബഅദിൽ അഖ്ബാരി, ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്, അന്നല്ലാഹ തആല ഖാല, അല്ലാഹ് പറയുന്നു, മല്ലം യർള ബിഖളാഇ, വല്ലവനും എൻ്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ, വലം യസ്ബിർ അലാ ബലാഇ, ഞാൻ അവനക്ക് ഇറക്കിയ ബലാഇൻ്റെ മേൽ, മുസീബത്തിൻ്റെ മേൽ അവൻ ക്ഷമിക്കുന്നു ഇല്ലെങ്കിൽ, ഫല്യൽതമിസ് റബ്ബൻ സിവായി, എന്ന ഞാനല്ലാത്ത വേറൊരു റബ്ബിനെ അവൻ തേടിക്കൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വിഷയം സംബന്ധമായി സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലാഖ ഐശു മൻ ബിഅദമി ദിക്രി ലിൽഇഫ്ളാലി ളാൽ, ലാഖ ഐശു മൻ, ഒരു വ്യക്തി അല്ലദീ ലാ യദ്കുറുല്ലാഹ തആല വലാ യദ്കുറു നിഅമഹു വ ആലാഅഹു അലൈഹി വ ഇഹ്സാനഹു ഇലൈഹി, അവൻ അള്ളാഹു അവനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നന്മകൾ, ഗുണങ്ങൾ, അതിനെയൊന്നും അവൻ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഹത്താ യശ്കുറഹു അലൈഹ, അതിൻ്റെ മേൽ നന്ദി കാണിക്കാൻ. ബൽ യകൂനു ലിസാനുഹു വ ജനാനുഹു മഅദൂമിയ ദിക്രി വ മസ്ലൂബിയ ശുക്രി, ഓൻ്റെ നാവും ഹൃദയവുമൊക്കെ ദിക്ർ ഇല്ലാത്ത, ശുക്ർ ഊരപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഫഇന്നഹു യകൂനു ളാലൻ അനി സിറാത്തിൽ മുസ്തഖീമി,
അവനും മുസ്തഖീമായ മാർഗത്തിനെ തൊട്ട് പഴച്ചവനാണ്. വസാലൻ അനിൻ നഹിജിൽ ഖവീമി, നേരായ മാർഗത്തിനെ തൊട്ട് കാലിടറിയവനാണ്. വതകൂനു ഹയാത്തുഹു തൈസത്തൻ ദങ്കത്തൻ, അവൻ്റെ ജീവിതം വളരെ ഞെരുക്കവും പ്രയാസവുമുള്ളതായി മാറും. ഫദിക്റുല്ലാഹി യുവരിസു സഅത വസ്സുറൂറ, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുക, അള്ളാഹിനെ സ്മരിക്കുക, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളതൊക്കെ യുവരിസു സഅത വസ്സുറൂറ, ആ വ്യക്തിക്കൊരു വിശാലതയെയും സന്തോഷത്തെയും ഉളവാക്കുന്നതാണ്. വൽ ഫറഹത വൽ ഹുബൂറ, ഒരു വലിയ ഉന്മേഷവും സന്തോഷവും. ബൈനമൽ ഇറാദു അൻ ദിക്രില്ലാഹി വ ശുക്രി നിഅമിഹി വ ഇഫ്ളാലിഹി, അള്ളാഹ്ക്കുള്ള ദിക്റിനത്തോട് തിരിഞ്ഞു കളയൽ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കൽ, അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ സ്മരിക്കാതിരിക്കലൊക്കെ യൂരിസു ദീഖ വൽജിറ ഫിദ്ദാറൈൻ, ഇരു വീട്ടിലും അവനക്ക് ഞെരുക്കത്തെയും മാനസികമായ ഇടുക്കത്തെയും അത് ഉണ്ടാക്കി തീർക്കും. അപ്പോൾ ഈ രീതിയിലാണ് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ ആലോചിക്കാതെ വന്നാൽ ഉണ്ടാവുന്ന അവസ്ഥ. ബിത്തിബ്ബിൻ മിൻ തബീബിൻ ഹാദിഖിൻ ദാ അൽ ഫുആദ് طالبا طوبى بطابا طاب للأبطال طال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. തിബ്, നീ ചികിത്സ നടത്തിക്കോ. ബിത്തിബ്ബിൻ, ഒരു ചികിത്സ കൊണ്ട്. മിൻ തബീബിൻ ഹാദിഖിൻ, നിപുണനായ ഒരു ഡോക്ടറിൽ നിന്നുള്ള ഒരു ചികിത്സ കൊണ്ട് നീ ചികിത്സിച്ചോ. ദാ അൽ ഫുആദി, ഹൃദയത്തിൻ്റെ രോഗങ്ങളെ. ത്വാലിബൻ, നീ തന്നെ അള്ളാഹുവിൽ നിന്ന് തേടുന്നവനായ നിലക്ക്. തൂബ, സന്തോഷത്തെയും നല്ല അവസ്ഥയെയും ഖൈറിനെയും റാഹത്തിനെയുമൊക്കെ. ബിത്വാബ, ത്വാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്യുന്നവനായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റിക്കൊണ്ട് ലിൽ അബ്ത്വാലി താൽ, എങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാ ധീരന്മാരെയും അവിടുന്ന് അതിജയിച്ചിരിക്കുന്നു. എല്ലാ ധീരന്മാരെയും അവിടുന്ന് അതിജയിച്ചിരിക്കുന്നു, അവർക്കൊക്കെ ഉന്നതിയിൽ തങ്ങളായിരിക്കുന്നു. തിബ് എന്നുള്ളത് ത്വാബ യതീബു എന്നുള്ളതിൻ്റെ അമ്രായിട്ടും പറയാം. അപ്പോൾ തിബ് എന്നുള്ളത് ഹസ്സിൻ എന്നർത്ഥത്തിൽ, നീ നന്നാക്കിക്കോ. തിബ് കൊണ്ട്, നിപുണനായ ഡോക്ടറിൽ നിന്നുള്ളതായ ചികിത്സ കൊണ്ട് ഹൃദയത്തിൻ്റെ രോഗങ്ങളെ നീ നന്നാക്കിക്കോ എന്ന് പറഞ്ഞാൽ ആ രോഗങ്ങളെ നീ സുഖപ്പെടുത്തിക്കോ. അതല്ലെങ്കിൽ തബ്ബ യതിബ്ബു എന്നതിൻ്റെ അമ്ര തിബ്ബ എന്ന്. അപ്പോൾ ഇവിടെ ബാഇൻ്റെ ഷദ്ദിനെ ഒഴിവാക്കിയതാണ് ലറൂറത്തിന് വേണ്ടി. തിബ്ബ എന്നുള്ള അമ്രിനെ തിബ് എന്ന് ബാഇൻ്റെ ഷദ്ദിനെ ഒഴിവാക്കിയിട്ടുള്ള പ്രയോഗം അത് ബൈത്തിൻ്റെ ലറൂറത്തിന് വേണ്ടിയിട്ടാണ്. ബി തിബ്ബിൻ എന്നുള്ളത് ജാറ് മജ്റൂറാണ്. മുതഅല്ലഖ് തിബ് എന്ന ആ അമ്രിനോട് ബന്ധിച്ചതാണ്. മിൻ തബീബിൻ,
ജാറു മജ്റൂർ, അതിൻ്റെ മുത്തഅല്ലഖ് ജാറു മജ്റൂർ സിഫത്താണ്. അപ്പോൾ മുത്തഅല്ലഖ് മഅദൂഫ് കളയപ്പെട്ടതാണ്. ഹാദിഖിൻ എന്നുള്ളത് സിഫത്താണ്, മൗസൂഫ് തബീബ്. ദാ അൽ ഫുആദി എന്നുള്ളത് ഈ തിബ് എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. ദാ അൽ ഫുആദി എന്നുള്ള മുദാഫുൻ ഇലൈഹി. ഫുആദ് എന്ന ഹൃദയം, കൽബ് എന്നാണ്. ഇവിടെ ഹൃദയത്തിൻ്റെ രോഗം അതറിയാലോ, ഹൃദയത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, കിബർ, ഹസദ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ. ത്വാലിബൻ എന്നുള്ളത് ഹാലാണ്. തിബ് എന്നുള്ള ആ അംറ് ഫീലിൻ്റെ ലമീറിൽ നിന്ന് ഹാലാണ്. റാജിയൻ വ മുൽത്തബിസൻ എന്നർത്ഥം. നീ തന്നെ ആഗ്രഹിക്കുന്നവനും തേടുന്നവനുമായ നിലക്ക് എന്തിനെ? തൂബ. തൂബ എന്നുള്ളത് താലിബന്റെ മഫ്ഊൽ ബിഹിയാണ്. അൽഫുമൽ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ട് നസ്ബാണ്. അത്തൂബ എന്ന് പറഞ്ഞത് അൽ ഹുസ്ന എന്നാണ് അർത്ഥം. അൽ ഹാലത്തു തയ്യിബത്തു, നല്ല അവസ്ഥയെ എന്നൊക്കെ അവിടെ ഉദ്ദേശിക്കാം. താബ താബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, താബ താബ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൗറാത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഏടുകളിലൊക്കെയുള്ള റസൂലുള്ളാഹിൻ്റെ പേരാണ് താബ താബ എന്നുള്ളത്. അപ്പോൾ ഈ മുത്തവസ്സിലം ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കൊണ്ട് മുത്തവസ്സിലായിട്ട്, ഫഇന്നഹുൽ വസീലത്തുൽ ഉൾമാ വൽ വാസിത്തത്തുൽ ഫുഖ്മാ ലാ യസിലു അഹദുൻ ഇലാ ശൈഇൻ ഇല്ലാ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലേക്കും ഒരാളും റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ ചേരുകയില്ല. ത്വാല, ത്വാല എന്നുള്ളത് ഫീല്, ളമീർ, ഫായില്, ജുംല, സിഫത്താണ്. ത്വാബ, ആ റസൂലുള്ളാഹ് ഉന്നതരായിരിക്കുന്നു, അതിജയിച്ചിരിക്കുന്നു. ലിൽ അബ്താല്, അബ്താല് എന്ന് പറഞ്ഞത് ബത്തലിൻ്റെ ജം ആണ്. ശുജാ, ധീരൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ്, ധീരൻ എന്ന അർത്ഥമാണ് ബത്തലിന്. അതിൻ്റെ ബഹുവചനമാണ് അബ്താൽ, ധീരന്മാർ. അപ്പം ധീരന്മാരെന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്കുള്ള ധീരതയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇബാദത്തിൽ എല്ലാ നിലക്കും ഉള്ള ഔന്നത്യത്തിലെത്തിയ ധീരന്മാരായ സുലഹാക്കൾ, അവരൊക്കെ അതിജയിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ റസൂലുള്ളാഹ്. ഇനി യുദ്ധത്തിൻ്റെ ആ ഒരു രംഗത്ത്, ശാരീരികമായ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ഏത് വലിയവരെയും അതിജയിക്കുന്ന, പരാജയപ്പെടുത്തുന്ന ശാരീരിക ശക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ആ നിലക്കും ധീരന്മാർക്ക് റസൂലുള്ളാഹ് അതിജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശം. തബീബ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർ എന്നാണ്. ശരീരത്തിൻ്റെ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന അർത്ഥത്തിലല്ല. അതായത് ഹൃദയത്തിൻ്റെ രോഗങ്ങളെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ഷെയ്ഖ്, ഇൽമുൽ ലാഹിറും ഇൽമുൽ ബാത്തിനുമൊക്കെ ഒരുമിച്ച് കൂടിയ ഡോക്ടറാവുമ്പോൾ നിപുണനായ ഡോക്ടറായി. അങ്ങനെയുള്ള ഒരു ഡോക്ടറിൽ നിന്നുള്ള ചികിത്സ കൊണ്ടാണ് നീ ചികിത്സിക്കേണ്ടത്.
എന്നാണ് ഇവിടെ ഈ ബഹുമാനപ്പെട്ട നാളിം പറയുന്നത്. തിബ് ഇലാജ് എന്നർത്ഥം. തിബിൻ എന്ന് പറഞ്ഞാൽ ഇലാജിൻ, മിൻ തബീബിൻ ഹാദിഖിൻ, ദാ അൽ ഫുആദ്, ഫുആദിൻ്റെ ഹൃദയത്തിൻ്റെ രോഗം. ഇഅ്ലം അന്ന അംറാദൽ ഖൽബി അസ്സിഫാത്തു ദമീമത്തു എന്നാണ്. മോശമായ ഹൃദയത്തിൻ്റെ സ്വഭാവങ്ങൾ ഹസദ്, കിബർ, ഉജുബ്, ദിയാ, ബുഖ്ല്, ഹിർസ് പോലെയുള്ള ഇവയെ തൊട്ട് ഇവയെ നീക്കുന്ന മരുന്നെന്താണോ അവ കൊണ്ട് അവയെ ചികിത്സിക്കൽ അത്തരം രോഗങ്ങളുള്ളവർക്ക് നിർബന്ധമാണ്. ഈ ചികിത്സ കൊണ്ട് ത്വാലിബൻ ഹാല കൗനിക ത്വാലിബൻ മിനല്ലാഹ്, നീ തന്നെ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് തേടിയവനായ നിലക്ക് തൂബ. തൂബ എന്നുള്ളത് തീബ് അതല്ലെങ്കിൽ അത്തിയബിൻ്റെ മുഅന്നസായിട്ട് തൂബ. അവിടെ യാഇനെ വാവായിട്ട് മറിച്ചതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്തീബു വൽ ഹുസ്ന വൽ ഖൈറു എന്നൊക്കെ. ബഹുമാനപ്പെട്ട ഇമാം ലഹാക്ക് തങ്ങൾ പറയുന്നത് ഇവിടെ തൂബ കൊണ്ട് ഉദ്ദേശം അത്തിയത്താണ്. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു നിഅമത്താണ്. അതുപോലെ തന്നെ വശജറത്തും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു മരമാണ്. ചിലപ്പോൾ തൂബ എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിനെ തൊട്ട് സൂചിപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ വഅക്സറുൽ ഉലമായി അലാ അന്ന തൂബ ഷജറത്തും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു മരമാണ് തൂബ എന്നുള്ള ആ ഒരു വിവർത്തനത്തിൻ്റെ മേലാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ ഉള്ളത്. അപ്പോൾ നീ തന്നെ ഇങ്ങനെയുള്ള ഈ ചികിത്സ കൊണ്ട് തേടുന്നവനായ നിലക്ക് സ്വർഗത്തിലുള്ള ആ ഉന്നതമായ അനുഗ്രഹങ്ങളുള്ള ആ മരത്തെ, അതല്ലെങ്കിൽ സ്വർഗമാകുന്ന അനുഗ്രഹത്തെ, അതല്ലെങ്കിൽ ഖൈറിനെ, നന്മയെ ഒക്കെ നീ തേടുന്നവനായ നിലക്ക്, നീ എല്ലാം വെച്ചാലും വിരോധമില്ല. അപ്പോൾ ഈ സ്വർഗത്തെ അതല്ലെങ്കിൽ സ്വർഗത്തിലെ ഈ ഒരു മരത്തെ നീ തന്നെ തേടുന്നവനായ നിലക്ക് ബി ത്വാബ താബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്തുടർന്നുകൊണ്ട്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്യുന്നവനായിട്ട് നീ ഇതിനെ തേടുക. അപ്പോൾ റസൂലുള്ളയാണ് ഇത്തരം നേട്ടങ്ങളും നന്മകളും ഒക്കെ നേടിയെടുക്കുവാനുള്ള മാധ്യമം എന്നർത്ഥത്തിൽ. ത്വാബ എന്ന് പറഞ്ഞാൽ ഗലബ വർത്തഫഅ, ഐ ഗലബ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹിമ്മത്തിൽ ഇലാഹിയത്തി വൽ ഖുവ്വത്തിർ റൂഹാനിയത്തി, നബി തങ്ങൾ അതിജയിച്ചിരിക്കുന്നു, ഉന്നതിയിലെത്തിയിരിക്കുന്നു ആ ഇലാഹിയായ ഹിമ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നും ലഭിച്ചതായ ആ ഉന്നതമായ മനക്കരുത്തുകൊണ്ടും ആത്മീയമായ റൂഹാനിയായ ശക്തി കൊണ്ടും. ഷജആന മൈദാനിൽ ഇബാദത്തി വൽ മുജാഹദത്തി, ഇബാദത്തിൻ്റെയും മുജാഹദിൻ്റെയും ആ മൈദാനിലുള്ള ധീരന്മാർക്ക് മേലെയായിരിക്കുന്നു. ഔ ഷജആനൽ മുഹാറബത്തി ബിൽ ഖുവ്വത്തിൽ ബദനിയത്തി, ബദനിയായ ശാരീരികമായ ശക്തി കൊണ്ട് യോദ്ധാക്കളായ ധീരന്മാർ, അടർക്കളത്തിലെ ധീരന്മാർ, അവർക്ക് അതിജയിച്ചിരിക്കുന്നു. കമാ സറഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി മക്കത്ത റുക്കാനത്ത, മക്കയിൽ വെച്ചുകൊണ്ട് റുക്കാനത്ത് എന്ന ഒരാളുണ്ട്. വഹുവ മഷ്ഹൂറുൻ ബി ഹുസ്നി സിറാഇ ഷദീദിൽ ഖുവ്വത്തി, വലിയ ശക്തിവാനും വലിയ ഫൈറ്റ് എറിയുന്ന ഒരാളുമാണ് എന്ന നിലക്ക് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി തങ്ങൾ മലർത്തിയടിച്ചു മക്കയിൽ വെച്ചുകൊണ്ട് എന്നാണ്.
ഏത് നാട്ടിൽ നിന്ന് ആര് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മൽപ്പിടുത്തം നടത്തിയാലും അവരെയൊക്കെ നിലംപരിശാക്കുന്ന ഈ റുക്കാനത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലംപരിശാക്കി എന്ന് ഇമാം ഹാക്കിം തൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സറഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കത്ത റുക്കാനത വഹുവ മശ്ഹൂറുൻ ബിഹുസ്നി സിറാഇ ശദീദിൽ ഖുവ്വത്തി വഖദ് സറഅ കുല്ല മൻ യഅതി ഇലൈഹി അൽ മുസാറഅത മിനൽ ബിലാദി റവാഹുൽ ഹാക്കിം ഫി മുസ്തദ്റക്കിഹി. അപ്പോൾ ഈ നിലക്ക് റസൂലുള്ള ആ നിലക്കും ശക്തിയുള്ളവരാണ് ശാരീരികമായിട്ടും. ഈ വിശദീകരണങ്ങളൊക്കെ അലിഫുൽ അലിഫ് ബി ശറഹി അല്ലഫൽ അലിഫ്, അതുപോലെ തന്നെ ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, അവാരിഫുൽ മആരിഫ് ശറഹ് ഖസീദത്തു അല്ലഫൽ അലിഫ് എന്നിവയിൽ നിന്നെല്ലാം ഉള്ള വിശദീകരണമാണ് ഈ നൽകിയത്.